إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസിനികളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വാസിയാവുക എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനിലൂടെ ഒഴുകി നടക്കുന്ന മനുഷ്യനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലൊരു മനുഷ്യനൊരു യാത്ര പോവാണ്. അയാളുടെ കയ്യിൽ ഒരുപാട് വിലപിടിപ്പുള്ള സ്വർണങ്ങളും മറ്റനേകം സാധനങ്ങളുണ്ട്. അയാളിങ്ങനെ വഴിമധ്യേ നടന്നു പോകുമ്പം ഒരു കൂട്ടം ആളുകൾ വന്നു. ആ ആളുകൾ അയാളെ കവർച്ച ചെയ്തു. ആ കവർച്ചയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അയാളുടെ സ്വർണങ്ങൾ നഷ്ടപ്പെട്ടു. അയാൾ ഇന്നോളം നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ അയാളുടെ കയ്യിൽ നിന്നും ഇല്ലാതായി. ആ സമയത്ത് അയാളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. തൻ്റെ കയ്യിലൊന്നുമില്ലാത്ത മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു ഒട്ടകത്തെ പോലെ അയാൾ ആ തെരുവീതിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ആ സമയത്ത് അയാളിങ്ങനെ ആലോചിച്ചു, എൻ്റെ കയ്യിൽ ഇന്നോളം ഉണ്ടായിരുന്ന സമ്പത്ത് കൊണ്ട് ഞാൻ എത്രമാത്രം തലവേദന അനുഭവിച്ചിരുന്നു. ഇന്നോളം ഞാൻ നേടിയതെല്ലാം എനിക്ക് വലിയ തലവേദനകൾ മാത്രമായിരുന്നു. അങ്ങനെ അയാൾ ആലോചിക്കുകയാണ്. അയാളൊരു മരത്തിൻ്റെ കീഴെ അയാളിങ്ങനെ കുറേ സമയം വിശ്രമിച്ചു. ആ സമയത്ത് അയാളിങ്ങനെ ആഗ്രഹിച്ചൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു വിശുദ്ധ ഖുർആൻ അയാൾ എടുത്ത് വായിച്ചു. ആ സമയത്ത് അയാൾക്ക് കിട്ടിയൊരു ആനന്ദം, ഇന്നോളം ഞാൻ വായിച്ച ഈ വിശുദ്ധ ഖുർആനിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത മാധുര്യം. അയാൾ കുറേ നേരം നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ ഇന്നോളം അയാൾക്ക് അങ്ങനെ ഒരു ആനന്ദം കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് പ്രിയരെ, ഇതുപോലെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന് കിട്ടിയിട്ടുള്ള എല്ലാം അവനിങ്ങനെ ആനന്ദം കണ്ടെത്തുകയാണ്. അതിലെല്ലാം അവൻ മതിമറന്ന് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ വിശുദ്ധ ഖുർആൻ മറക്കുകയാണ്. സുന്നത്തിൻ്റെ പ്രാബല്യം അവന് മറക്കുകയാണ്. അവൻ്റെ ജീവിതം കൂടുതൽ വർണ്ണശോഭമാക്കാനുള്ള ഓട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കഥ ഉണ്ട്. മാലിക് ബിൻ ദീനാർ ആരായിരുന്നു? നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിലടക്കം ഇസ്ലാം പ്രചരിക്കാനുണ്ടായിരുന്ന ഏറ്റവും വലിയ മനുഷ്യത്തായിരുന്നു മാലിക് ബിൻ ദീനാർ. ആ മാലിക് ബിൻ ദീനാർ ഒരിക്കലൊരു യാത്ര പോവാണ്. അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര പോവാം.
ആ യാത്രയിലുടനീളം അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം ആളുകളുണ്ട്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു കവർച്ച സംഭവിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ അവിടെ അവരെ കവരാണ്. ആ സമയത്ത് അയാൾക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്തൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ബാക്കിയുള്ള ആളുകളുടെ കയ്യിൽ ഒരുപാട് ലഗേജുകളുണ്ട്. ആ ലഗേജുകളൊക്കെ അവിടെ നിന്നും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയിപ്പ് കിട്ടുകയാണ്. അങ്ങനെ കപ്പിത്താൻ എല്ലാവരോടും പോയി പറഞ്ഞു, ഈ ലഗേജുകൾ മുഴുവൻ വലിച്ചെറിയണം. അങ്ങനെ തൻ്റെ കയ്യിൽ ഒരു ലഗേജും ഇല്ലാത്തത് മൂലം അദ്ദേഹം അവിടെ നിന്ന് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അതിൻ്റെ ശേഷം പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യമുണ്ട്, ഞാൻ ഈ ലോകത്ത്, ഈ ഇഹലോകത്തൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ നല്ല സന്തോഷത്തോടു കൂടി എനിക്ക് അവിടെ നിന്നും മടങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്തും ഒരു വിചാരണയും കൂടാതെ എനിക്ക് പടച്ചോനെ ഇതുപോലെ എനിക്ക് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാനുള്ളൊരു വഴി പടച്ച റബ്ബേ നീ ഉണ്ടാക്കി തരണേന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാനൊരു മുഅ്മിനാണ് എന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിക്കുക. ആ ചിന്തകൾക്ക് പോലും പ്രതിഫലമുള്ളൊരു മതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഇടയിൽ പണ്ടൊക്കെ റമദാൻ്റെ കാലഘട്ടമൊക്കെ ആയ സമയത്ത് ആ റമദാനിൽ ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് ഒരുങ്ങിയിരുന്നു. ആ ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഇന്നും ഓർക്കാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് നമ്മൾ നമ്മളെ നാവിനെ ശുദ്ധീകരിച്ചു, നമ്മുടെ കൈകളെ ശുദ്ധീകരിച്ചു, നമ്മുടെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിച്ചു. ആ റമദാൻ കഴിഞ്ഞതോടുകൂടി നമ്മളെല്ലാവരും വളരെ അധപ്പതിച്ചു പോയി എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റുകൾ പലപ്പോഴും പണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒഴുകി നടക്കുമ്പം പലപ്പോഴും കർമ്മങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട്, നന്മകളിൽ ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു വാസ്തവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയരെ, നമ്മുടെ കുടുംബത്തിലൊക്കെ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പം നമ്മളെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ ചോദിച്ചു നോക്കാറുണ്ടോ, മോനെ ഇന്ന് നീ നമസ്കരിച്ചിട്ടുണ്ടോ, സുബൈക്ക് രാവിലെ എണീച്ചിട്ട് എനിക്ക് എന്തായിരുന്നു പണി, നമസ്കാരം മറന്നു പോയിട്ടുണ്ടോ, നീ അധിക സമയം സ്കൂളുകളിലായിരുന്നല്ലോ, സ്കൂളിൽ എന്തായിരുന്നു പണി, നിനക്ക് നമസ്കരിക്കാൻ സമയം കിട്ടിയിരുന്നോ എന്ന് ചോദിക്കാറുണ്ടോ പ്രിയരെ? നമ്മൾ തന്നെ പലപ്പോഴും അതിന് മാതൃകകളാവണില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്രമാത്രം അധപ്പതിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളെ നമസ്കാരങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരാൾ കാണണമെന്ന് കരുതിയിട്ടാണ് ഞാനും നിങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണുണ്ടല്ലോ, സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ സ്വഹാബ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ആരാണ് പാപ്പരായവർ എന്ന് നിങ്ങൾക്കറിയോ? സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കണേ, ഞങ്ങൾക്ക് അറിയില്ല പ്രവാചകരെ, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടായിട്ടും അവസാന കാലഘട്ടം ഒന്നുമില്ലാതിരിക്കുന്ന ആളാണ് പ്രവാചകരെ പാപ്പരായവർ എന്ന് അവർ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തി പറയുന്നൊരു വാക്കുണ്ട്, അല്ല സ്വഹാബ അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കിയതൊക്കെ തെറ്റാണ്. അയാൾ ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്തു, നമസ്കാരത്തിന് ഒന്നാമത്തെ സൊഫിലുണ്ടാവും, സക്കാത്ത് കൊടുക്കും, നോമ്പനുഷ്ഠിക്കും, എല്ലാ സൽക്കർമ്മങ്ങളിലും അയാൾ ഒന്നാമതുണ്ടാവും. പക്ഷേ അവസാന കാലഘട്ടം വന്നപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ഒരു നന്മയും ബാക്കിയില്ലാതായി സ്വഹാബ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വഹാബ പറയുന്നുണ്ട്, അല്ല പ്രവാചകരെ അതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യം, സ്വഹാബത്തെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, അയാൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും കാണാതെ അയാൾ തിന്മകളിൽ മുതിരുന്നുണ്ട്, അയാൾ ആരും കാണാതെ ഒരാളെ ആക്രമിക്കുന്നുണ്ട്, ആരും കാണാതെ ഒരാളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയരെ. കാരണം ഞാനും നിങ്ങളും ഈ റമദാനിലൊക്കെ ഒരുപാട് ഒരുങ്ങിയതുപോലെ ആ റമദാൻ കഴിഞ്ഞപ്പോഴും നമ്മളെ ദിവസങ്ങളെ റമദാന് പോലെ പരിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. നമുക്ക് വിശുദ്ധ ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമായി മാത്രമാണ് മാറിയത് എന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിക്കാൻ എനിക്കും നിങ്ങൾക്കും മനസ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ലോകത്ത് നേടിയത് എന്ന് ചോദിക്കുമ്പം നമുക്ക് ഒരുപാട് എണ്ണപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഒരുപാട് സമ്പത്ത് നേടി, ഒരുപാട് കാര്യങ്ങൾ നേടി, സാമൂഹികമായിട്ട് വളർന്നു, രാഷ്ട്രീയമായിട്ട് വളർന്നു, എല്ലാം നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ട്, എൻ്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിൽ നമ്മളെല്ലാവരും വലിയ വട്ടപൂജയാണെങ്കിൽ പ്രിയരെ നമ്മൾ ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയ വാസ്തവമാണ്. സൂറത്തു നിസായിലെ 136-137 ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ يا أيها الذين آمنوا آمنوا بالله ورسوله والكتاب
والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹ് പറയാണ്, സത്യവിശ്വാസികളെ, വിശ്വാസം ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാരെ, നിങ്ങൾ നിങ്ങളെ സത്യവിശ്വാസികളെന്ന് സ്വയം ഐഡൻറ്റിറ്റി വരുത്തുന്നുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവൻ്റെ ദൂതനെ അവൻ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലും അവൻ മുൻപ് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. അള്ളാഹ് വളരെ ഗൗരവപ്പെട്ട് മനുഷ്യരോട് മുഴുവനായിട്ട്, സത്യവിശ്വാസികളോട് മുഴുവനായിട്ട് പറയാണ്, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം. ആദ്യം ആരെ വിശ്വസിക്കണം? അള്ളാഹുവിനെ വിശ്വസിക്കണം. ഞാനെല്ലാം ചെയ്തു, പക്ഷേ അള്ളാഹുവിനെ എനിക്ക് വിശ്വസിക്കാനായിട്ടില്ലെങ്കിൽ എൻ്റെ തൗഹീദ് പരിപൂർണ്ണമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ റസൂലിൽ വിശ്വസിക്കണം. അള്ളാഹിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അവൻ്റെ പാഠങ്ങൾ അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവൻ്റെ ഗ്രന്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഖുർആൻ പഠിക്കണം. ആ ഖുർആനോടൊപ്പം അള്ളാഹു പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്ത ഓരോ വേദഗ്രന്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. പോരാ, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്ന പക്ഷം അവനുള്ളതാണ് സ്വർഗം. എന്നാൽ വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം വഴി പിഴച്ചു പോയിരിക്കുന്നു. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കാം, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്കായി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അവസാന സെക്കൻഡിൽ ആ ലക്ഷ്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നൊരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. നമ്മൾ കുറേ പരിശ്രമിക്കും, നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യും, ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ അവസാന നിമിഷം നമ്മുടെ പോക്കറ്റിൽ ഈമാൻ്റെ ദശകങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നഷ്ടം ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടാനില്ല എന്ന് പറയുന്നത് വലിയൊരു സത്യമാണ് പ്രിയരെ. 137 ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഒരിക്കൽ വിശ്വസിക്കുകയും, ഒരാൾ ഒരിക്കൽ വിശ്വസിച്ചു, പിന്നീട് അയാൾ അവിശ്വസിച്ചു, വീണ്ടും അയാൾ വിശ്വസിച്ചു, വീണ്ടും അയാൾ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അനന്തരം അവിശ്വാസം അയാളെങ്ങനെ കടന്നുകൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹ് ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്നുള്ളതാണ്. അവനൊരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവനൊരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് ആദ്യം ഞാൻ ഏറ്റവും നല്ല നന്മ ചെയ്തു, ഇനി ഒരിക്കലും ഒരു തിന്മയിലേക്ക് ഞാൻ ഉണ്ടാവില്ല, ഒരു തിന്മയും എൻ്റെ അടുക്കലേക്ക് കടന്നു വരൂല എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് അതേ തിന്മയിലേക്ക് വീണ്ടും നമ്മൾ കടന്നു പോകുന്നു. വീണ്ടും അള്ളാഹിനോട് തൗബ ചെയ്യാണ്, പടച്ചോനെ എനിക്കിതെല്ലാം നീ പുറത്തു തരണേ, അള്ളാഹുവേ ഈ പാപക്കറകൾ മുഴുവൻ എനിക്ക് നീ പുറത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. വീണ്ടും ആരാരും കാണാത്ത സമയങ്ങളിൽ, വീണ്ടും ഒറ്റയ്ക്ക് ആവുന്ന സമയങ്ങളിൽ നമ്മൾ ആ തിന്മ തന്നെ ആവർത്തിച്ചു. ആർക്കു വേണ്ടിയിട്ടാ പ്രിയരെ? നമ്മുടെ കണ്ണുകളും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന വേളകൾ പോലും എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന അള്ളാഹ്ക്ക് എന്താണ് പ്രിയരെ വേണ്ടത്? ആ അള്ളാഹ് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ, എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാത്ത മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എന്താ പ്രിയരെ വേണ്ടത്? നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ വേണ്ട, നമ്മുടെ മക്കൾ വേണ്ട, നമ്മൾ നേടിയ നേട്ടങ്ങളൊന്നും അള്ളാഹ്ക്ക് വേണ്ട. പിന്നെ എന്താണ് അള്ളാഹ്ക്ക് വേണ്ടിയത്? നമ്മൾ ചെയ്ത നന്മകളും അമലുകളും മാത്രം മതി. ഈ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും അതൊരു പരീക്ഷ പോലെ അവൻ നേരിട്ടു. എന്നിട്ട് അവൻ്റെ പരലോകം അവൻ മനോഹരാക്കി. അവൻ ചെയ്ത നന്മകളൊക്കെ ആ ഖബറിൽ അവന് വെളിച്ചമാകുന്നു എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് നേരിടാവുന്ന ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ബഹുദൂരം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിചാരണ ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനൊക്കെ എന്തിനാണ് വായിക്കണതെന്ന് പലപ്പോഴും പല മക്കളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഗ്രന്ഥമൊക്കെ എന്തിനാണ് വായിക്കണത്? ഇത് വായിച്ചിട്ട് എന്താ ഞങ്ങൾക്ക് കിട്ടണമെന്ന് കുട്ടികൾ ചോദിക്കുമ്പം നമുക്ക് പറയാൻ കഴിയണം പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും, ഞാനൊരു സങ്കടഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ ഉത്തരം ആ വിശുദ്ധ ഖുർആനിൽ എനിക്ക് കിട്ടും. ഞാനൊരു സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പം ആ സന്തോഷത്തിൻ്റെ വഴികാട്ടി എനിക്ക് വിശുദ്ധ ഖുർആനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിനും വിലമതിക്കുന്ന ഒരു അറിയിപ്പാണ് പ്രിയരെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനിൽ ഞാനും നിങ്ങളും വലിയ അപരാധങ്ങളായി പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമും മുഅ്മിനും എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസമാണ്.
മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പേര് കൊണ്ട് മുഹമ്മദ്, ഫാത്തിമ, ആമിന ഈ പേരുള്ളവരൊക്കെ മുസ്ലിങ്ങളാണ്. ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നും മുഅ്മിനീങ്ങളാവുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. മുഅ്മിനാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം പണിയെടുക്കേണ്ടി വരും. 4 ആൾ കൂടുമ്പം ഓൻ വരുന്നത് ഓൻ നല്ല മുത്തക്കി എന്ന് പറയണ കേട്ട് നമ്മൾ പിന്മാറാണെങ്കിൽ, ഇന്നത്തെ നമ്മളെ കൗമാരത്തിലെ മക്കളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ നല്ല ഈമാനോടുകൂടി കലാലയങ്ങൾക്കും സ്കൂളുകൾക്കൊക്കെ പോകും. അവിടെ മക്കള് കൂട്ടത്തിലുള്ള കൂട്ടുകാർ ചോദിക്കും, ഇജ്ജ് വലിയ മുത്തക്കയായി നിന്നിട്ട് എന്താ കാര്യം, എനിക്ക് ഞങ്ങളെ കൂടെ ഒന്നും കൂടാൻ പറ്റൂല, ഇജ്ജ് ഒറ്റയ്ക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പം അവിടെ എനിക്കെൻ്റെ വാപ്പി ഇമ്മയാണ് ഏറ്റവും വലിയ മാർഗം, എനിക്കെൻ്റെ വിശ്വാസം കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ എന്ന് നമ്മളെ മക്കൾക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവരിൽ ഈമാന് കയറണം. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ ആരും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. നമ്മളെ മക്കളിൽ ഈമാൻ കയറുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പരിപൂർണമായിട്ടൊരു ബോധം ഉണ്ടാവുക എന്നാണ്. ആ ബോധം ഉണ്ടെങ്കിൽ ഒരു ലഹരിയുടെയും ഒരു മയക്കുമരുന്നിൻ്റെയും മുമ്പിൽ നമ്മളെ മക്കൾ ഉണ്ടാവില്ല. അതിനോടില്ല എന്ന് പറയാൻ നമ്മളെ മക്കൾ മുമ്പിലുണ്ടാവും. അതിനോടവർ പ്രഖ്യാപിക്കും, ഞാൻ അതിൻ്റെ മുമ്പിലുണ്ടാവില്ല, എനിക്കൊരു വാപ്പിമ്മ എൻ്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മളെ മക്കൾ പറയും. ആ പ്രഖ്യാപനമാണ് പ്രിയരെ നമ്മളെ മക്കളിലേക്കും നമുക്കൊക്കെ പകരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഈമാനിക ശക്തി എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു പ്രിയരെ സ്വഹാബത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ എങ്ങനെയാണോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, ഓരോ സെക്കൻഡിലും പ്രവാചക മാതൃക എങ്ങനെയാണോ ഞങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുക എന്നുള്ള മത്സരത്തിലായിരുന്നു സ്വഹാബികൾ എന്നാണ്. പ്രവാചകൻ നടന്നുപോയ വഴികൾ അത്രയും താണ്ടുക, പ്രവാചകൻ നടന്ന വഴികളിൽ ആ നിഴല് ചവിട്ടുക എന്ന് പോലും ചെയ്തത് ആ മനുഷ്യരുടെ സ്നേഹമാണ്, ആ സ്വഹാബത്തിൻ്റെ സ്നേഹമാണ്. ആ സ്വഹാബികളിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം. ആ സ്വഹാബികൾ സഹിച്ച ത്യാഗങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ല. ആ സ്വഹാബികൾ നേരിട്ട പീഡനങ്ങൾ അത്രയും നമുക്കാർക്കും നേരിടേണ്ടി വരുന്നില്ല. നമുക്കിന്ന് സ്വതന്ത്രമായിട്ട് ഇസ്ലാം പഠിക്കാനും ഈമാനിൻ്റെ മാധുര്യം നുകരാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മളതിനെ പരിഗണിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളെ മക്കൾക്കാണെങ്കിൽ മദ്രസകൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളതിന് വിമുഖത കാണിക്കുകയാണ്. നമ്മളവരെ കുട്ടികളെ മാറ്റിയെടുത്താണ്, എടാ എനിക്കൊന്ന് കുറേ പഠിക്കാനില്ലേ, കോളേജിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ കുറേ സംരംഭങ്ങളൊക്കെ ദീനിൻ്റെ അവസരങ്ങളൊക്കെ എനിക്ക് വേണ്ടാന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മളെ രക്ഷിതാക്കൾ മാറിപ്പോയി. നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണം പ്രിയരെ. നമ്മളെ വീട് സ്വർഗ്ഗമായി മാറുമ്പോൾ മാത്രമേ നമ്മളെ മക്കൾക്ക് ഈമാൻ എത്തുള്ളൂ. അതല്ലാതെ നമ്മളെ മക്കൾ അറിയാതെ അവരുടെ രീതികളിലേക്ക് പോകുമ്പം വല്ല മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമപ്പെടുമ്പം ആ നിമിഷം മുതൽ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യമല്ല. ഈ അടുത്ത് സംഭവിച്ചൊരു കഥയാണ്. ഒരു വാപ്പയും മകളും കോടതി വരാന്തയിൽ ഇങ്ങനെ കയറി ഇറങ്ങാണ്. വാപ്പാനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് കയറുന്നത്? ആ വാപ്പ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, 18 വർഷം എൻ്റെ മോളെ ഞാൻ നോക്കി, 18 വർഷം നോക്കിയിട്ടും ഇന്നലെ 1-2 മാസം മുമ്പ് കണ്ട ആ ചെക്കൻ്റെ കൂടെ അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവൾക്ക് ഞാൻ നേടിക്കൊടുത്തത് എന്ന് വിലപിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എൻ്റെ മോനെ അതിനുണ്ടാവില്ല, എൻ്റെ മോളെ അതിനുണ്ടാവില്ല. നമ്മളെ നാട്ടിലൊക്കെ പലരും പ്രിയരെ പിഴച്ചു പോകുന്നത് പല മാർഗങ്ങളും സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത പരിഗണന കൊണ്ട് തന്നെയാണ്. നമ്മളെ മക്കളെ കൂടെ അല്പസമയം ഇരിക്കണം. എല്ലാ മഗ്‌രിബിന് ശേഷം കുറഞ്ഞ സമയമെങ്കിലും 1 മണിക്കൂറെങ്കിലും എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ ഇരിക്കുന്ന ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ചാൽ മാത്രമേ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് നമ്മളെ മക്കൾക്ക് പറയാൻ കഴിയുള്ളൂ, നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, എന്തു സംഭവിച്ചോട്ടെ എനിക്കെൻ്റെ റബ്ബ് മതി. കോടാനുകോടി മനുഷ്യർ മുഴുവൻ എനിക്ക് എതിരായാലും എൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് പ്രിയരെ നമുക്ക് ഈമാൻ ഉണ്ടാകുന്നത്. ആ ഈമാൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രവാചകനെ എങ്ങനെയാണോ ഇഷ്ടപ്പെടേണ്ടത് അതുപോലെ ഇഷ്ടപ്പെടണം. ചിലപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ നടക്കുമ്പം പലരും നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്, സ്വാഭാവികമായിട്ടും വരും. അതിനെതിരെ നമ്മൾ പ്രഖ്യാപിക്കണം, ഞാനില്ലട്ടോടാ, ഞാനതിന് മുന്നിലേക്ക് വരൂല, എനിക്ക് കുറച്ചെങ്കിലും ദീന് കിട്ടണം, എനിക്ക് മതം കിട്ടണം, എനിക്ക് അള്ളാഹിൻ്റെ സ്വർഗത്തിൽ 1-ാം സ്ഥാനത്ത് ഉണ്ടാവണം, പ്രവാചകൻ്റെ കൈ പിടിച്ച് എനിക്ക് നടക്കണം. അത് പ്രഖ്യാപിക്കുന്നിടത്ത് മാത്രമാണ് പ്രിയരെ സ്വർഗം നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. പ്രവാചകൻ എന്താണോ വെറുത്തത് ആ വെറുത്തതിനെ വെറുക്കുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. സുന്നത്തുകളുടെ മുമ്പിലൂടെ ആ പാതയിലൂടെ നമ്മൾ നടക്കുക. അള്ളാഹു അത്തരത്തിൽ ഏറ്റവും നല്ല ഈമാൻ അടിമകളായ ആളുകളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖില്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയരെ, ഇത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട് നന്നാവുക, അവൻ്റെ മനസ്സ് നന്നാവുക, അവൻ മൊത്തത്തിൽ നന്നാവുക. നമ്മൾ വെറുതെ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ ഒരാൾ നന്നായാൽ ഈ സമൂഹമൊന്നും നന്നാവാൻ പോണില്ല എന്നൊക്കെ നമ്മൾ വിഷമത്തോടുകൂടി പണ്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് വലിയ തെറ്റാണ്. നമ്മളൊരാൾ ഈമാൻ്റെ പാതയിലേക്ക് വന്നാൽ, പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, ഒരാളൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, ആ പറഞ്ഞത് വഴി മറ്റൊരാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, ഞാനൊരാൾക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, അയാളത് ജീവിതത്തിൽ ഉടനീളം അയാൾ നമസ്കാരം തുടർന്നുകൊണ്ടേയിരുന്നു, അയാൾ ചെയ്യുന്ന അത്ര നന്മയുടെ ആ കർമ്മങ്ങൾ അത്രയും എൻ്റെ ഖബറിലേക്ക്, ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഖബറിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത. നമ്മൾ ചെയ്ത നന്മകളൊക്കെയും നമുക്ക് നാളെ പരലോകത്ത് സാക്ഷിയായി പറയുന്നൊരു ഘട്ടം വരും. നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയരെ, ഇന്ന് നമ്മളൊക്കെ ഇവിടെ നിന്ന് ഏത് നിമിഷം മരണപ്പെട്ടു പോകാമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂല. ആ പോകുന്ന അവസാന സെക്കൻഡിലും ഞാൻ ഈമാനോടുകൂടി മരിക്കുക എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. ആ മരണത്തിൻ്റെ അവസാന സെക്കൻഡിലും നാളെ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാവ് ഉയരാത്തൊരു ഘട്ടം വരും, എൻ്റെ നാവ് സംസാരിക്കാത്തൊരു ഘട്ടം വരും. അന്ന് നമ്മുടെ കൈകളായിരിക്കും സംസാരിക്കുക, നമ്മുടെ അവയവങ്ങളായിരിക്കും സംസാരിക്കുക. ആ സംസാരങ്ങളിൽ എനിക്ക് അനുകൂലമായിട്ട് എൻ്റെ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ചെയ്ത നന്മകളും തിന്മകളും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്തും അവിടെ ഒരു വലിയൊരു വാതിൽ തുറക്കപ്പെടും. ആ തുറക്കപ്പെടുന്ന വാതിൽ സ്വർഗത്തിൻ്റെ വാതിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനേകമായിട്ട് കഷ്ടപ്പെടേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം നാം ഓരോരുത്തരിലും ഉണ്ടാവണം. നമ്മൾ ആ വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ മടങ്ങണം. ആ വിശുദ്ധ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവ് നൽകുന്ന ഗ്രന്ഥം. നമ്മൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ഒരുപാട് അറിവുകൾ നേടാനായിട്ട് ലോകത്തിൻ്റെ പല കോണുകളിലേക്കും പോകുന്നുണ്ട്. ആ പോക്കുകളിലൊക്കെ വിശുദ്ധ ഖുർആനിലെ അറിവുകൾ നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത്. കാരണം നമ്മളൊരു ഘട്ടത്തിലിങ്ങനെ നിൽക്കുമ്പം ചിലപ്പോൾ സങ്കടമാവും, ചിലപ്പോൾ സന്തോഷമാവും. വെറുതെ ഖുർആൻ്റെ താളുകളൊന്ന് മറിച്ച് നോക്കുക. ആ താളുകളിൽ ആദ്യം നമ്മുടെ കണ്ണുടക്കാൻ പോകുന്നത് നമ്മളെന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തെക്കുറിച്ചായിരിക്കും. അതാണ് ഖുർആൻ്റെ അമാനുഷികത എന്ന് പറയുന്നത്. 1400 1500 വർഷങ്ങളോളം ആ ഖുർആൻ ഒരു കേടും കൂടാതെ ഇന്നും ലോകത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ പടച്ചോൻ്റെ വാക്കുകൾ ഇന്നും ലോകത്ത് അതേപോലെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അമാനുഷികത എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഇത്തരം സംരംഭങ്ങളിലൊക്കെ വളരെ മുന്നോട്ട് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഈ പള്ളിയായി ബന്ധപ്പെട്ട് തന്നെ QHLS പുതിയ സൂറത്ത് മുഅ്മിനൂന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മഹല്ലിൽ വെച്ച് അത് സ്റ്റാർട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മഹല്ലിൽ ഏകദേശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ കുറഞ്ഞ ആളുകളെ ഇന്ന് ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനൊക്കെ ഉള്ളൂ. 15-ൽ പരം ആളുകൾ മാത്രമേ നമ്മുടെ QHLSന് ഉണ്ടായിരുന്നുള്ളൂ. അത് പോരാ. തുടർന്ന് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മളെ പരലോകം മനോഹരാക്കാനായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വരുന്ന QHLS ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഓരോരുത്തരും അതിലുണ്ടാവണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുടുംബം വേണം, നമ്മളെ മക്കളുണ്ടാവണം, നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരൊക്കെ അതിലുണ്ടാവണം. അതിൻ്റെ പ്രതിഫലം കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് പടച്ചോൻ ഇട്ടുതരുമല്ലോ എന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മളെ മണ്ഡലം CRE നമ്മളെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നമ്മളെ കൗമാരപ്രായക്കാരായ മക്കൾക്ക് വളരെ ഗൗരവത്തിൽ ദീനെത്തിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് CRE. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളെ മക്കളൊക്കെ അതിൻ്റെ ഭാഗമാവണം എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ജൂൺ 19 വെള്ളിയാഴ്ച വരുന്ന ഇന്ന് 19 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക്, രാത്രി 7 മണിക്ക് തെക്കുമുറി മദ്രസയിൽ വെച്ചിട്ടാണ് CRE നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മക്കളെ ഇന്ന് മുതൽ തന്നെ നമ്മൾ ഒരുക്കണം. അതുവഴി നമ്മളെ മക്കൾ ദീനിന് നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ നമുക്ക് ഉത്തരം പറയും എന്നുള്ളത് വളരെ ഗൗരവത്തിന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി യഖീനൻ സ്വാദിഖൻ ഹത്താ അമല അന്നഹു ലൻ യുസീബനി ഇല്ലാ ബിമാ കതബ്തലി വരിളം ബിമാ ഖസ്സംതനി. നമ്മൾ ആ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് തന്ന എല്ലാ സൗഭാഗ്യത്തിനും അള്ളാഹിനോട് ശുക്രില്ല അടിമയാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അതിലും അപ്പുറമായിട്ട് ഒന്നും നമുക്ക് പകരം കൊടുക്കാനില്ല. ആ ഒരു ബോധ്യത്തോടു കൂടിയാവണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും ശക്തമായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും
രഹസ്യവും പരസ്യവുമായിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പടച്ചോനെ. അള്ളാഹുവെ അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ തൗഹീദ് നഷ്ടപ്പെട്ട, ദീനും ദുനിയാവും നഷ്ടപ്പെട്ട അനേകായിരം ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മണ്ണായി തീർന്നിട്ടുണ്ട് പടച്ചോനെ. അത്തരം ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയം നീ സദാ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ മരണത്തിൻ്റെ അവസാന സെക്കൻഡിൻ്റെ ആ നിമിഷത്തിൽ പോലും പടച്ചോനെ നീ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഭക്തം, അങ്ങേയറ്റത്തെ നീതി, അങ്ങേയറ്റത്തെ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ കത്തിയാളുന്ന നരകത്തിൽ നിന്നും, അതികഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോക വിചാരണയിൽ നിന്നും പടച്ചോനെ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ കുടുംബജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട് തമ്പുരാനെ, എല്ലാം നീ ഞങ്ങൾക്ക് നീക്കിത്തരണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹുവെ അതികഠിനമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന അനേകായിരം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് തമ്പുരാനെ. ആ രോഗങ്ങളൊക്കെ അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഇന്നും ഫലസ്തീനിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും അതികഠിനമായി ശിക്ഷ അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ അവർക്കെല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹുവെ അറിവില്ലായ്മ കാരണം മതത്തിൽ നിന്നും അതികൊടിയ പാപമായ ശിർക്കടക്കമുള്ള പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. അള്ളാഹുവെ നാളെ നിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ സ്വർഗം സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചോനെ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.